welcome back to my channel, your online teacher. So, we will macroeconomics and ആദ്യത്തെ പാഠം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ മൈക്രോയും മാക്രോയും കംപ്ലീറ്റ് വൺ ഷോട്ട് റിവിഷൻ ആയിട്ടുണ്ട്. എല്ലാത്തിനെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ ഇവിടെ നോക്കാം, നമ്മളോട് ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളോട് നോക്കുന്നത്. പ്രോപ്പർ ഹെഡ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സിംഗിൾ ഫാം എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ കാര്യമാണ്, അത് മൈക്രോയിലാണ് വരുന്നത്. ഇൻഡിവിജ്വൽ സേവിങ്സ് ഒരാളുടേതാണ് മൈക്രോ. ഇൻഫ്ലേഷൻ മൊത്തത്തിലുള്ളതാണ് മാക്രോ. അൺഎംപ്ലോയ്മെൻറ്റ് മാക്രോ. നാഷണൽ ഔട്ട്പുട്ട് മാക്രോ. സാലറി ഓഫ് എ ടീച്ചർ മൈക്രോ ആണ്. ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇൻറ്റു മൈക്രോ ആൻഡ് മാക്രോ. കാഷ്യൂ ഫാക്ടറി ഡിസൈഡ് ടു റൈസ് ദ വേജ് ഓഫ് വർക്കേഴ്സ്. അതെന്ന് പറയുന്നത് ഒരൊറ്റ ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ അത് മൈക്രോയിൽ വരും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രപ്പോസസ് ന്യൂ ടാക്സ് പോളിസി. അത് ഇന്ത്യയിൽ മൊത്തം ബാധകമാകും. സോ അത് മാക്രോയിലാണ് വരുന്നത്. ദെൻ അടുത്തത് ഓഡ് വൺ കണ്ടുപിടിക്കുക. അരിയുടെ വില, പ്രൈസ് ഓഫ് റൈസ്, സേവിങ്സ് ഓഫ് എ ഫാമിലി, പ്രോഫിറ്റ് ഓഫ് എ ഫേം, ഇതെല്ലാം ഓരോരോ കാര്യങ്ങളാണ്. ഇൻഫ്ലേഷൻ മാത്രമാണ് രാജ്യത്തിനെ മൊത്തമായിട്ട് ബാധിക്കുന്നത്, മാക്രോ ആണ്. അത് ബാക്കിയെല്ലാം മൈക്രോ ആണ്. GDP, ഇന്ത്യസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, ടോട്ടൽ എക്സ്പോർട്ട്, ഇതെല്ലാം മാക്രോയും. ഇൻകം ഓഫ് എ ഫാമിലി എന്ന് പറയുന്നത് മാത്രം ഒരെണ്ണത്തിൻ്റെ കാര്യമാണ്. സോ അത് മൈക്രോ ആണ്. ദെൻ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ. ലാൻഡിന് റെന്റ് കിട്ടും, ലേബറിന് വേജ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണ് കിട്ടുക. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ഇൻട്രസ്റ്റഡ് മണി ആരുടേതാണ്? JM കീൻസിൻ്റെതാണ്. ജോൺ മെയ്നാർഡ് കീൻസിൻ്റെതാണ്. എക്കോണമിയിലെ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിലെ 4 സെക്ടേഴ്സ് ഏതൊക്കെയാണ്? ഫേം, ഹൗസ് ഹോൾഡ്, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ. സ്യൂട്ടബിൾ ടൈറ്റിൽ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് ഏതിൻ്റെതാണ്? പ്രൈസ് മെക്കാനിസം ക്യാപിറ്റലിസത്തിൻ്റെതാണ്. സ്റ്റേറ്റ് കൺട്രോളിൽ വരുന്നത് സോഷ്യലിസം ആണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ക്യാപിറ്റലിസം ആണ്. പ്രോഫിറ്റ് മോട്ടീവ് ക്യാപിറ്റലിസം ആണ്. എക്കണോമിക് വെൽഫെയർ സോഷ്യലിസം ആണ്. എക്കണോമിക് പ്ലാനിങ്ങും സോഷ്യലിസം ആണ്. ദെൻ ചൂസ് എ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. മാർക്കറ്റ് എക്കോണമിയുടെ മറ്റൊരു പേരാണ് ക്യാപിറ്റലിസം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട്. വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.